ഹായ് ഹലോ, ഞാൻ ബീന. ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ്. മത്തങ്ങ എരിശ്ശേരി. പലതരത്തിലുള്ള എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. മത്തങ്ങ, അതുപോലെ തന്നെ ചക്ക എരിശ്ശേരി, ചേന എരിശ്ശേരി. ഞാനിന്നിവിടെ ചെയ്യുന്ന മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഒരു 5-8 മിനിറ്റിനകത്ത് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം, അതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകളെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വൻപയർ ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 കാന്താരി മുളക്, കുറച്ച് ഉപ്പ്, പിന്നെ കടുക്, പിന്നെ അരയ്ക്കാൻ ഒരു കപ്പും കുറച്ചും കൂടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പയറിന് ഒരു കുക്കറിലേക്ക് ഇടുക. വൻപയറില്ലെങ്കിൽ ചിലർ ചെറുപയർ വെച്ചും ചെയ്യും കേട്ടോ. കഴിയുന്ന വൻപയറാണ്. എൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ മതി. കാരണം കുതിർത്തതായതുകൊണ്ട് അധികം സമയം എടുക്കില്ല പയർ വേവാൻ. പയറൊരു 2 വിസിൽ വന്ന് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാണ്. ഒരു 3/4 വേവായിട്ടുണ്ടാവണം. അതിലേക്ക് നമുക്ക് നമ്മുടെ മത്തൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും ചേർത്തിട്ട് ഒരു വിസിലും കൂടെ, ഒറ്റ വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചാൽ മതി. ഇനി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, അതിൻ്റെ കൂടെ ജീരകം, വെളുത്തുള്ളി. ഇത് ഒന്നുകിൽ പച്ചമുളക് ഇടാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ കാന്താരി ഇടണമെന്നില്ല. കാന്താരിയോ പച്ചമുളകോ. ഞാനിപ്പോൾ കാന്താരി ഇട്ടുന്നേ ഉള്ളൂ. കാരണം ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു അവിയലിൻ്റെ പരുവം. അവിയലിൻ്റെ അത്രയുണ്ട്. തോരനും അവിയലിനും ഇടയ്ക്കുള്ള ഒരു പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. വെള്ളം കൂടെ തീ കത്തിച്ച് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എല്ലാം ഉണ്ട്. ഒരു ശകല ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പൊക്കെ എല്ലാം കറക്റ്റിനുണ്ട്. ഇനി ലാസ്റ്റിൽ ഒരു പിഞ്ച് ക്രഷ്ഡ് പെപ്പർ അതും കൂടെ ഇട്ടൊന്ന് ഇളക്കുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ
എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് താളിച്ചു കൊടുക്കാം. താളിക്കുന്നതിന് ഒരു പാൻ ചൂടായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് മുളക്, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, രണ്ടും കുറച്ചും കൂടെ 2 to 3 ടേബിൾ സ്പൂൺസ് തേങ്ങ, അതും കൂടെ ഇട്ട് വറുത്തെടുക്കണം. ഈ തേങ്ങ ഒന്ന് നല്ലപോലെ വറുത്ത് കിട്ടണം. നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് മാറ്റാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലും അറിയിക്കുക.